ഹായ് ഫ്രണ്ട്സ്. ഒരുപാട് കാലമായിട്ടുള്ള നമ്മള് യാത്ര ഇങ്ങനെ മുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാ ശരിക്കും പറഞ്ഞാൽ ജീവമാക്ക് വർക്കൊക്കെ കിട്ടിയതിന് ശേഷം നമ്മള് തീരെ യാത്രയിൽ വളരെ കുറവാണ്. അതെ, നമ്മള് വണ്ടി തിരിച്ചു കിട്ടി, ആ ഒരു സന്തോഷമുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തായാലും യാത്ര ചെയ്തേ പറ്റൂ, നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു യാത്രയിലാണ്, മലപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്, എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ശരിക്കും പറഞ്ഞാല് ഏകദേശം നിലമ്പൂരിന്റെ ഒക്കെ അടുത്തായിട്ട് നമ്മളിപ്പോ മാപ്പിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ എടവണ്ണ അവിടെ എന്തൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഉൾപ്പെടുത്താം. അതുകൂടാതെ മിനി ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്, ആ ഒരു ഏരിയ ആണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ ഉൾപ്പെടുത്താം. അതുകൂടാതെ അപ്പൊ മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളെ യാത്രകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മളെ യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, യെസ്, ഇതെല്ലാം ചെയ്ത ഗൈസ്. നമ്മളെ ചൊക്ലി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മളെ പുതിയ ഹൈവേ 6 വരി പാത ഉണ്ടല്ലോ, അത് നമ്മളെ കവിയൂരിൽ കൂടി കടന്നു പോകുന്ന ഒരു ഏരിയ ആണിത്. ഇതിലേ നമുക്ക് മാഹിയിലേക്ക് കയറാൻ വേണ്ടി വളരെ എളുപ്പമാണ്. മാഹി ടൗണൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞിപ്പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ശരിക്കും പറഞ്ഞാല് ഇത് ഓപ്പൺ അല്ല. നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോടേക്ക് ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്താൻ വേണ്ടി പറ്റുന്ന എന്റെ അഭിപ്രായം. അടിപൊളി അല്ലേ? അപ്പൊ കാണാം നമ്മളെ വിശേഷങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള ചെറിയൊരു യാത്രയാണ്. എയർപോർട്ടിലേക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ഈ ഒരു വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്താൽ നമ്മളെ മാഹി റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പൊ ഗൈസ് നമ്മളിതാ പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. പേരാമ്പ്ര ബസ് സ്റ്റാൻഡാണ് നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡ് കാണുന്നത് അല്ലേ? നമ്മൾ ആദ്യമായിട്ടല്ലേ പേരാമ്പ്ര വരുന്നത്? നമ്മൾ ആദ്യമായിട്ടാണ് പേരാമ്പ്ര വരുന്നത്. എന്താ പറയട്ടെ, പേരാമ്പ്രയിൽ നമ്മളെ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അല്ലേ? നമ്മളെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പൊ ഇതാ പേരാമ്പ്ര ടൗണിൽ കൂടി ഇതാ നമ്മളിങ്ങനെ പാസ് ചെയ്യാന്ന്. ഓക്കെ, ഇനി അടുത്ത എനിക്ക് ഒന്ന് താമരശ്ശേരിയാന്ന് തോന്നുന്നു നമുക്ക് കിട്ടുക അല്ലെ? താമരശ്ശേരി കഴിഞ്ഞിട്ട് എടവണ്ണം നമ്മളെത്തും. ഏകദേശം 2-2:30 മണിയോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ എത്താൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതാ ഇവിടെ ബാലുശ്ശേരി എത്തി. ബാലുശ്ശേരിയിൽ നമ്മളെ ഒന്ന് ചായ സ്നാക്സ് എന്തൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് എവിടെയാണുള്ളത്. ഓക്കെ, ജസ്റ്റ് കാണാം. ഇതെവിടെ KC ബേക്കറിയിൽ നിന്ന് ഞാൻ അധികം ഇവിടുന്ന് ചായ കുടിക്കലുണ്ട്. ഓക്കെ, അടിപൊളി ചായയും അതുപോലെ തന്നെ ഇവിടെ ഇവരെ ബേക്കറി ഐറ്റംസും പപ്സും അത് സമൂസ ഇതെല്ലാം ഉണ്ട്. അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റ് എവിടെ ഉള്ളിൽ ഇരിക്കണ്ട, പുറത്തിരിക്കാം. ഇതാ എല്ലാവരും ഇതാ സാൻഡ്വിച്ചാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത്. അമ്ര കുട്ടിക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 3 ചിക്കൻ ബർഗറിന് ഓർഡർ ചെയ്തത്. പക്ഷേ എങ്കിൽ 3 അവിടെ ഉണ്ടായിരുന്നു. അവര് പ്ലേറ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് വേറെ അപ്പൊ കുറച്ച് ഇന്ന് എന്താ പറയുക കുറച്ച് ചോദിച്ച്. പക്ഷെ എൻ്റെ പൊന്നു മോളായതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഓക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കട്ട്ലേറ്റും പിന്നെ ലൈം ജ്യൂസാണ് കേട്ടോ. ഇത് ലൈം ജ്യൂസ് പൈനാപ്പിളിൻ്റെ പീസ് മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുന്നവര്. ഇതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, കുടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചായ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ചായ. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വഴിക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത് നല്ല കിടിലൻ സ്പോട്ടാണ്. ഓക്കെ, നല്ല അടിപൊളി ചായ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്ന് പറയുന്നത് നല്ല ചായയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിർത്തിയത്. അതുപോലെ തന്നെ ഇവരെ ഈ ബേക്കറി ഐറ്റംസ് എല്ലാം കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിന്ന് കഴിഞ്ഞിട്ട് കാണാം.
ഹലോ ഗേയ്സ്, നമ്മളിപ്പോൾ ഓമശ്ശേരി എത്തി. ഓമശ്ശേരി ഇതിന് മുമ്പിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓമശ്ശേരി ടൗൺ ആണ്, ഓമശ്ശേരി ബസ് സ്റ്റാൻഡാണ്. ഇത് ആരാ മക്കളെ കന്നഡെല്ലാം വെച്ചിട്ട് കന്നഡ വെച്ചിട്ട് ഉറങ്ങേണ്ട പരിപാടിയാണ്. കന്നഡ കിട്ടിയേ എടി വമ്പത്തി വാങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ജ്യൂസും സാൻഡ്വിച്ചും എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി ഓമശ്ശേരി എത്തി. ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30 കിലോമീറ്റർ കൂടിയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഗയ്സ് നമ്മളിതാ അങ്ങനെ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോവില്ലല്ലോ വണ്ടി, ഇവിടെ വെക്കാം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം, അതേപോലെ തന്നെ നമുക്ക് എത്തേണ്ടതായിട്ടുള്ള സ്ഥലം അല്ലേ? അപ്പൊ ആരാ എന്താന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം, പരിചയപ്പെടാം അല്ലെ? നിങ്ങളെല്ലാം നമ്മളെ വീഡിയോസിൽ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് കാശ്മീരിൽ വെച്ചിട്ടായിരിക്കും. ഞാൻ കട്ട് ചെയ്തോളി. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ യെസ്, നമ്മളിതാ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇതാണ് ആള്. ഇദ്ദേഹത്തിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിനാ? നമ്മൾ കഴിഞ്ഞ കാശ്മീർ ട്രിപ്പ്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പില് നമ്മൾ കാശ്മീരിൽ 5 ദിവസം 6 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്ത ഇവരെ കൂടിയാണ് ഉദയ്ഫ്. അതുപോലെ തന്നെ നമ്മള് ഗുറേസ് വാലി ഒക്കെ നമ്മൾക്ക് അറിയാം. അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈയിടെ ആയിട്ട് നമ്മള് കാശ്മീർ ട്രിപ്പിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്മളെ പാർട്ട്ണറാണ് ആള്. ഓക്കെ, ഇതാണ് മുതലാളി, ശരിക്ക് പാർട്ട്ണറല്ല. അപ്പൊ നമ്മളിതാ ഉദയ്ഫിന്റെ വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്, മലപ്പുറത്ത്. സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ കറക്റ്റ് ചാത്തല്ലൂര്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാ ഉദയ്ഫിന്റെ ഉമ്മയൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ നമ്മളെ വരവേൽക്കാൻ വേണ്ടി. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കാണാം. പടച്ച തമ്പുരാണ് ഇത് കണ്ടെങ്കിൽ നമ്മൾ വന്നിരുന്ന് കുറച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ ചെയ്തു വെച്ച പണിയാണിത്. എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളൊന്നും ഒരു ഐഡിയ ഇല്ല. അതിനിടയ്ക്ക് നമ്മളൊരു സുഹൃത്തിനെ ഇവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഷാൻ ലത്തീഫ്. അതുപോലെ തന്നെ ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാന്നുള്ള വിചാരിച്ചത്. സംഘടനകളാണ് ഒറ്റക്കും അല്ലാതെ ബൈക്കിൽ പല സ്ഥലത്ത് പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാശ്മീരിലും ലഡാക്കിലൊക്കെ എത്ര തവണ പോയിട്ടുണ്ട്? കുറച്ച് പേര് അങ്ങോട്ട് കുറച്ച് പേരുള്ളൂ. കൂടുതൽ ബൈക്കിൽ കറങ്ങുന്ന ഇവിടെ കേരളം തന്നെയാണ്. ഈ കേരളം തന്നെ. പക്ഷെ അവിടേക്ക് ബൈക്കിൽ കറങ്ങി കുളുമണാലി. ഫസ്റ്റ് കാശ്മീരിലേക്ക് പോയത് എങ്ങനെ? സൈക്കിളില്? സൈക്കിൾ വേറെ ആള് പോയത് അവിടെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്ക് ഇവിടുന്ന് ഫ്ലൈറ്റിന് അല്ല, ഫ്ലൈറ്റ് മാറി റിട്ടേൺ വന്നത്. അങ്ങോട്ട് ട്രെയിനിന് പോയി. പിന്നെ ഡൽഹിയിൽ നിന്ന് ഫുള്ള് കാറിന് ഇറങ്ങി. കുളുമണാലി കാറിന്, കാശ്മീരൊക്കെ കാറിന്. കാറില്. ഓക്കെ, അപ്പം കാശ്മീരൊക്കെ കറങ്ങി വന്നതാണ്. ഉദയ്ഫിന്റെ ഈ ട്രാവൽ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാലമായി, ഏകദേശം 1 വർഷത്തോളം ഉദയ്ഫിനെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തോണ്ടിരിക്കണേ. നേരിട്ട് ഇപ്പൊ ഫസ്റ്റ് കാണാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ഉദയ്ഫിനെ കാണാൻ വേണ്ടിട്ട് ഇന്ന് വന്നതാണ് ഇവിടെ. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ എത്തിയത് യാദൃശ്ചികമായിട്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളെ ട്രാവൽ കമ്പനീന്റെ അഭിപ്രായം എന്താണ്? നിങ്ങളെ ഈ ഉദയ്ഫ് പറഞ്ഞല്ലോ കുറെ ആൾക്കാരില്ല, പക്ഷെ ഉണ്ട്. കാശ്മീർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്പർ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. കാശ്മീരിൽ വെച്ച് തന്നെ കാശ്മീർ ചെയ്യുന്ന എന്റെ സുഹൃത്തുക്ക് ഒതായിക്കാരുണ്ട്. വേറൊരാള് അരീക്കോടിലെ ആള്. പിന്നെ എന്തുകൊണ്ട് ഉദയ്ഫിന്റെ സെലക്ട് ചെയ്യും? ഒന്ന് നല്ല സർവീസാണ്, ഞാൻ അവന്റെ നിരന്തരം ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ റേറ്റ് കുറവാണ്. അതെ, ഈ റേറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾക്കും ഈ രീതിയിലുള്ള പാക്കേജ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷങ്ങള്. ഓക്കെ, അപ്പോൾ ഒരു പച്ച സത്യം നിങ്ങളിലേക്ക് നമ്മളെ വീഡിയോ ഒരുപാട് ആളുകൾ എന്താ പറയണ്ടേ, നെഗറ്റീവ് കമൻസും എന്നാൽ നെഗറ്റീവ് വരണോ, എൻ്റെ അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. പക്ഷേങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാന്നുള്ള അറിയിക്കണം എന്ന് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി മക്കളെ നമ്മളിതൊന്ന് കഴിച്ചു തീർക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല. അതായത് ഇത് കഴിച്ചു തീർക്കാണ്ട് ഉമ്മ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി പോകാൻ വേണ്ടി വിടൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് എനിക്ക് കാണാം. അപ്പോൾ ഗയ്സ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ തന്നെ വരുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 വർഷമായിട്ട് നമ്മൾ ഇവിടത്തേക്ക് ഒരുപാട് ദിവസമായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്.
അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ട്. ഇതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ അമ്രമോള് ഉറങ്ങി. മലപ്പുറം ബിരിയാണിയും മന്തിയും എല്ലാം അടിച്ച് ദമ്മായിട്ട് ഇതാ എൻ്റെ അമ്രക്കുട്ടി ഉറങ്ങിപ്പോയി. അപ്പോൾ എന്താന്ന് പറയാനുള്ളത്? നിനക്കെന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഉമ്മാനെയും ഒക്കെ കണ്ട് ഒരുപാട് സന്തോഷം. നമ്മള് കണ്ടത് ഖുറൈസ് വാലിന്ന് കണ്ടിട്ട് പിന്നെ കേരളക്കരയിൽ ആദ്യമായിട്ടല്ലേ? കേരളക്കര. അതെ, ശരിക്കും പറഞ്ഞാല് എന്താ പറയുക, ഇതുവരെ ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ആ വെക്കേഷനിൽ യാത്ര ചെയ്യല് ഉദയ്ഫിനെ കണ്ടപ്പോൾ ഉദയ്ഫ് നമ്മളടുത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇതുവരെ കൂടുതൽ ആരും എക്സ്പ്ലോർ ചെയ്യാത്തതായിട്ടുള്ള, നമ്മളെ കേരളക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയോ അല്ലേ ഉദയ്ഫാന്ന്? അതേപോലെ ജാക്കറ്റ് ഇല്ലാത്ത നിങ്ങൾ ആദ്യമായിട്ടാണ്. എപ്പോഴും ജാക്കറ്റ് ഇല്ലാതെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പോ അതെ, അപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാല് ഞാൻ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഖുറൈസിലേക്കുള്ള യാത്രേന്റെ വീഡിയോസും ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 വീഡിയോസ് ഉണ്ട് നമ്മളെ ആ ഒരു ട്രിപ്പിൽ തന്നെ. ഒക്കെ ഉണ്ട്. അപ്പോ ഈ എന്താ പറയണ്ടേ, ആ ഒരു വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഉദയ്ഫിനെയും അതുപോലെ തന്നെ ഉദയ്ഫിന്റെ ഉമ്മ ഫാമിലിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. ഉമ്മ ഉള്ളിലാന്ന് തോന്നുന്നില്ല, നമുക്ക് കാണാം. അപ്പം വേറെന്താ, നിനക്കെന്താ പറയാനുള്ള? അപ്പോൾ 4 വർഷമായി ഇവിടെ പാക്കേജ് എടുത്തത്. ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോയിട്ടുണ്ട്. അതിൽ കൂടുതലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളാണ്. അതിലും കൂട്ടിപ്പിടിച്ചുന്ന ഇങ്ങനെ വീട്ടിലേക്ക് വരിക ക്ഷണിക്കുന്നത് അപൂർവം ചില എണ്ണപ്പെട്ട അതിഥികൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു ടീമിനെ എനിക്ക് കേരളത്തിൽ നാട്ടിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുള്ള സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താക്കുമ്പോൾ അത് മുന്നേ ഒരു പരിചയമില്ല. കാശ്മീരിൽ ഒരു പാക്കേജിന് മാത്രമല്ല ഒരു പരിചയം. നേരിട്ട് ഇവിടെ എത്തി ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞത് ഇതിൽ കാണുന്ന ഒരു പോസിറ്റീവ് എന്താ വെക്കുമ്പോഴേ, ഞാൻ അടുത്ത പാക്കേജില് ആ പാക്കേജ് 2-3 വർഷമായിട്ടും കിട്ടിയ ഒരു ഞായറാഴ്ച ലീവ് അത് ഇന്നെ കാണാൻ വന്ന് ഞാൻ ഇവിടെ ഇന്നലെയാണ് എത്തി. ഇന്നലെ എത്തി നടപ്പം ഇന്ന് രാവിലെ ഇവിടെ എത്തുകയാണെങ്കിൽ അത് എത്തിപ്പെടാനുള്ള നിങ്ങളെ ആഗ്രഹത്തിന്, അത് ആ ആഗ്രഹം നിലുപരി ആ പാക്കേജ് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ഒരുപാട് ഫാമിലി ഉണ്ടാവും, ഇതേപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പൊ എവിടെ പോകും, എവിടെ, അതൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല. കാശ്മീരിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് ധൈര്യമായിട്ട് വന്നോ, നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനി എന്റെ ഫ്രണ്ട്സുകളായിട്ടും എല്ലാരും ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മളെ കാശ്മീർ പാക്കേജ് വീഡിയോ ചെയ്തതിന്റെ ഒരുപാട് എന്താ പറയണ്ടേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ. അതിനൊരു ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനുപരി അവന് ഒരുപാട് കാലമായിട്ട് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ ഉദയ്ഫിന്റെ ഉമ്മ കണ്ടതിലും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ വേണ്ടി പറ്റിയതിൽ. ഉമ്മ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നല്ലേ, എവിടെയായിരുന്നു? മമ്പർ KSMയിൽ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് കാണാൻ വേണ്ടി പറ്റിയാലും അതുപോലെ തന്നെ നിങ്ങൾ തന്ന ഈ ഒരു സ്നേഹവും ഇതെല്ലാം ഭയങ്കര അടിപൊളി. അത് കൂടാന്ന് വെച്ചാൽ ബിരിയാണി അടിപൊളിയല്ല. ഇവരൊക്കെ മന്തിയ കഴിച്ച, പക്ഷെ ബിരിയാണി സൂപ്പർ ആയിരുന്നു, കിടിലേ. അല്ല അതിൽ കൂടുതൽ എന്താ പറയാനിട്ടാ അല്ലേ ഉദയ്ഫേ? അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാന്ന്. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക്. ബൈ.